ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ്റെ തിയറി ഭാഗങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിരിച്ചുവിടുക. രണ്ട് ടൈപ്പ് ഡിസൊല്യൂഷൻസ് ആണുള്ളത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അപ്പം അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. പാർട്ട്ണർഷിപ്പിൽ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതെല്ലാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചിരുന്നത്? പാർട്ട്ണർഷിപ്പിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുന്നത്? അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അമാൽഗമേഷൻ ഓഫ് 2 or more ഫേംസ്. ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അവസാനിക്കുന്നുള്ളൂ. ബിസിനസ് പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും, അതിൽ യാതൊരു മാറ്റമില്ല. അത്തരം ചേഞ്ചസിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മളിവിടെ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കി പഠിച്ചാൽ മതി. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ബട്ട് ദ ഫേം മേ കണ്ടിന്യൂ ഇറ്റ്സ് ബിസിനസ് ആസ് ബിഫോർ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള നിലവിലുള്ള റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിച്ച് പുതിയൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അതേസമയം ബിസിനസ് മുൻപത്തേതുപോലെ തന്നെ, മുൻപത്തേന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്തതിന് മുമ്പ് ബിസിനസ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മേ ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. എപ്പോഴേക്കാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് വരുന്നത്? മുൻപ് പറഞ്ഞേക്കുന്നതാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ട്ണർ പാപ്പരയാവാം. കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ. വെഞ്ചർ എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയിരിക്കുന്ന ആ ബിസിനസ് അവസാനിപ്പിക്കുക. ഇഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ ദാറ്റ്. എന്തിനു വേണ്ടിയിട്ടാണോ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നത് അത് ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബിസിനസ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. എക്സ്പയറി ഓഫ് ദ പീരീഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ചില സമയത്ത് പാർട്ട്ണർഷിപ്പ് ഇത് തുടങ്ങുന്നത് ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ്. 1 ഇയറിലേക്ക്, 2 ഇയറിലേക്ക്, 3 ഇയറിലേക്ക് ആവാം. ആ പീരീഡ് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കാം. ഇത്തരം സിറ്റുവേഷൻസിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ പ്രത്യേകത പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല ചേഞ്ച് വരുന്നത്, ബിസിനസ്സും അവസാനിപ്പിക്കുകയാണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു, ബിസിനസ്സും അവസാനിപ്പിക്കുന്നു. അതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. Dissolution of partnership firm may take place without the intervention of court or by the order of a court in any of the ways specified in these sections. അപ്പോൾ അതിൽ ബൈ ദ ഓർഡർ ഓഫ് എ കോർട്ട് അവിടെ വരെ പഠിച്ചാൽ മതി. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം നടക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അത് ചിലപ്പോൾ കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ ബിസിനസ് അവസാനിപ്പിക്കാം, കോടതി ഇടപെട്ടുകൊണ്ട് ബിസിനസ് അവസാനിപ്പിക്കാം. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത്, കംപ്ലീറ്റ് ആക്കി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത്, അതിനെ കുറിച്ച് നമുക്കിവിടെ താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം നെസസറിലി ബ്രിങ്സ് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അതിൽ ആദ്യത്തെ സെൻറ്റൻസ് മാർക്ക് ചെയ്യുക, ബൈ ദ ഓർഡർ ഓഫ് എ കോർട്ട് അവിടെ വരെ മാർക്ക് ചെയ്യുക. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. അവിടെ തുടങ്ങിയാണ് പഠിക്കേണ്ടത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ഡിസൊല്യൂഷൻ എപ്പോഴാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്. അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാം. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് എപ്പോഴേക്കാണ് നോക്കാം. എ ഫേം ഈസ് ഡിസോൾവ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിനെയും അനുവാദത്തോടുകൂടി പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ചിലപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലൊരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും എന്നാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കോൺട്രാക്ട് അനുസരിച്ചും ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫോം ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ റീസൺ എന്താണ്? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് അനുസരിച്ച് വൈൻഡപ്പ് ചെയ്യുക. എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവും? ഒന്നുകിൽ എല്ലാ പാർട്ട്നേഴ്സിനും കൂടി അനുവാദത്തോടു കൂടി ഉടനെ തന്നെ ബിസിനസ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ പാർട്ട്നേഴ്സ് തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ആ കോൺട്രാക്റ്റ് അനുസരിച്ചും ബിസിനസ് അവസാനിപ്പിക്കാം. അതാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കമ്പൽസറി ഡിസൊല്യൂഷൻ. കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം ബിസിനസ് അവസാനിപ്പിക്കുക.
പാർട്ട്നേഴ്സിന് ബിസിനസ് അവസാനിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ അവർ നിർബന്ധിതരാവാണ് ബിസിനസ് അവസാനിപ്പിക്കാൻ. ആരുടെ നിർബന്ധം കൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നിർബന്ധപൂർവ്വം ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരുന്നത്? A firm is dissolved compulsorily in the following cases. First one, when all the partners or all but one partner become insolvent. അവിടെ വരെ മതി കേട്ടോ. ഇതെല്ലാ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഒഴികെ എല്ലാവരും, അതാണ് ഓൾ ബട്ട് വൺ പാർട്ട്ണർ എന്ന് പറയുന്നത്. ബിക്കം ഇൻസോൾവെന്റ്. അവരെ ആരായിട്ട് മാറാണ്? ഇൻസോൾവെന്റ് ആയിട്ട് മാറാണ്, പാപ്പരായിട്ട് മാറാണ്. ഒന്നുകിൽ എല്ലാവരും പാപ്പരയാവാം, അല്ലെങ്കിൽ ഒരാളൊഴികെ എല്ലാവരും പാപ്പരയാവാം. ഒരാൾ ബാക്കി ഉണ്ടായാലും അവിടെ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കും. കാരണം പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം എത്ര പേരുണ്ടായിരിക്കണം? 2 പാർട്ട്ണർ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേം ബിക്കംസ് ഇല്ലീഗൽ. ഇല്ലീഗൽ, നിയമപരമല്ലാത്ത ബിസിനസ് നടത്തുക, കള്ളക്കടത്ത് പോലെയുള്ള ബിസിനസ്സുകൾ നടത്താം. അങ്ങനെ വന്നാൽ നിർബന്ധപൂർവ്വം ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും. നെക്സ്റ്റ് വൺ, വെൻ സം ഈവന്റ് ഹാസ് ടേക്കൺ പ്ലേസ് വിച്ച് മേക്ക് ഇറ്റ് അൺലോഫുൾ ഫോർ ദ പാർട്ട്നേഴ്സ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇൻ പാർട്ട്ണർഷിപ്പ്. അതായത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ബിസിനസ്സിലുണ്ടാവാം. വിച്ച് മേക്ക് ഇറ്റ് അൺലോഫുൾ ഫോർ ദ പാർട്ട്നേഴ്സ്, അത് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമല്ല. ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇൻ പാർട്ട്ണർഷിപ്പ്, അതായത് പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് നിയമപരമായിട്ടല്ല എങ്കിൽ, നിയമപരമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ബിസിനസ് നിർബന്ധപൂർവ്വം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഒരു പാർട്ട്ണർ ആ രാജ്യത്തിൻ്റെ ശത്രുവായിട്ട് മാറാം. എന്തുകൊണ്ടൊക്കെ ആയിരിക്കും? ബിക്കോസ് ഡിക്ലറേഷൻ വാർ വിത്ത് ദിസ് കൺട്രി ആൻഡ് ഇന്ത്യ. അതായത് ചിലപ്പോൾ പാർട്ട്ണർ വേറെ കൺട്രിയിലെ വ്യക്തിയായിരിക്കും പാർട്ട്ണറായിട്ട് വരുന്നത്. അപ്പോൾ ആ കൺട്രിയിലെ യുദ്ധം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ കൺട്രിയിലെ സിറ്റിസൺ നമ്മുടെ ശത്രുവായിട്ട് മാറാണ്. അങ്ങനെ നിയമപരമല്ലാത്ത എന്തെങ്കിലും ഈവൻറ്റുകൾ നടക്കുകയാണെങ്കിൽ നിർബന്ധപൂർവ്വം ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ കമ്പൽസറി ഡിസൊല്യൂഷൻ എപ്പോഴേക്കാണ് വരുന്നത്? നിർബന്ധപൂർവ്വം പിരിച്ചുവിടാണ് ചെയ്യുന്നത്. എല്ലാ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ഒരാളൊക്കെ എല്ലാവരും ഇൻസോൾവെൻ്റ് ആവാം. അതുപോലെ തന്നെ ബിസിനസ്, ഇല്ലീഗൽ ബിസിനസ് നടത്താം. അതുപോലെ അൺലോഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഈവൻറ്റുകൾ ബിസിനസ്സിൽ നടക്കാം. അപ്പോൾ ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ 2 കാര്യങ്ങൾ പഠിച്ചു. 2 രീതിയിൽ ബിസിനസ് ഡിസോൾവ് ചെയ്യാം. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ. തേർഡ് വൺ, ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൈൻ കണ്ടിൻജൻസീസ്. അതായത് സർട്ടൈൻ കണ്ടിൻജൻസീസ് ഉണ്ടാവാം. അതായത് ചില ഈവൻറ്റുകൾ ബിസിനസ്സിൽ നടക്കുക. ഏതൊക്കെ ഈവൻറ്റുകളാണെന്ന് നോക്കി നോക്കാം. ഈഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് ടേം ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടേം. അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങാം. ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഫിക്സഡ് ടൈമിലേക്കായിരിക്കും. അതായത് ഫിക്സഡ് പീരീഡിലേക്ക് 1 ഇയർ, 2 ഇയർ, 4 ഇയർ, 5 ഇയർ, ഏത് വർഷം വേണമെങ്കിലാവാം, എത്ര വർഷത്തേക്ക് വേണമെങ്കിലാവാം. ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടേം, ആ കാലാവധി അവസാനിക്കുക. ഈഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ക്യാരി ഔട്ട് 1 or more വെഞ്ചേഴ്സ് ബൈ ദ കംപ്ലീഷൻ ഓഫ് ദെയർ ഓഫ്. ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ബിസിനസ് കാര്യങ്ങൾ, ഇങ്ങനെ ഒന്നോ അതിൽ കൂടുതലോ ഏതെങ്കിലും പർപ്പസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് നടത്താമെന്ന് അവർ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ദ കംപ്ലീഷൻ ഓഫ് ദെയർ ഓഫ്, ആ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ 1 or more വെഞ്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ചിലപ്പോൾ ഒരു ബിൽഡിംഗ് പണിയിലായിരിക്കാം. ബിൽഡിംഗ് പണിയിലാണ് അവരുടെ ബിസിനസ് എങ്കിൽ ആ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു. അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് അവസാനിപ്പിക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ മരിക്കുക. ബൈ ദ അഡ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ ആസ് ആൻ ഇൻസോൾവെന്റ്. അതായത് അഡ്ജുഡിക്കേഷൻ ഓഫ് പാർട്ട്ണർ പറഞ്ഞാൽ പാർട്ട്ണറെ ഡിക്ലെയർ ചെയ്യുക. എന്തായിട്ട്? ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. പാപ്പരെ എന്ന് പറഞ്ഞ് കോടതി ഒരു പാർട്ട്ണറെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ ഇൻഡിജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഫിക്സഡ് പീരീഡിലേക്കായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കുക. ആ പീരീഡ് കഴിയുമ്പോൾ ബിസിനസ് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ 1-2 ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ കംപ്ലീഷൻ, ആ വെഞ്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് അവസാനിപ്പിക്കാം. പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒരു പാർട്ട്ണറെ ഇൻസോൾവെൻ്റായി ഡിക്ലെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. എപ്പോഴാണ് നോട്ടീസ് മുഖേന ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നത്? ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചേണ്ടതാണ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. സ്പെഷ്യൽ പാർട്ട്ണർഷിപ്പ്, ജനറൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു വിഭാഗമാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലിൻ്റെ പ്രത്യേകത, അതിൽ പാർട്ട്നേഴ്സിന് എപ്പോഴൊക്കെ ബിസിനസ് നിർത്താൻ തോന്നുമോ അവർ ജസ്റ്റ് ഒരു നോട്ടീസ് കൊടുത്താൽ മതി. ബിസിനസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പാർട്ട്ണറാവുന്നത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്താൽ മതി.
അങ്ങനെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് അവിടെ അവസാനിക്കും. അതാണ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറയുന്നത്. ഏത് കേസിലാണ് നോട്ടീസ് മുഖേന പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. എ ഫേം മേ ബി ഡിസോൾവ്ഡ് if any one of the partner gives a notice in writing to the other partners. അതായത് പാർട്ട്ണറിൽ ഒരാൾ മറ്റുള്ളവർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്, സിഗ്നിഫൈങ് ഹിസ് ഇൻറ്റൻഷൻ ഓഫ് സീക്കിംഗ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടത്താൻ പറഞ്ഞുകൊണ്ട് സിഗ്നിഫൈങ് ഹിസ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താ? അവൻ്റെ ഉദ്ദേശം അവിടെ കാണിക്കുക. എന്തുദ്ദേശമാണ്? ബിസിനസ് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞുള്ള ആളുടെ ഉദ്ദേശം കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ നോട്ടീസ് മുഖേന ബിസിനസ് അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. എപ്പോഴൊക്കെയാണ് കോടതി ഇടപെട്ട് ബിസിനസ് അവസാനിപ്പിക്കുന്നത്? അറ്റ് ദ സ്യൂട്ട് ഓഫ് എ പാർട്ട്ണർ. സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ്, ഒരു പാർട്ട്ണറെ കേസ് കൊടുത്താൽ ദ കോർട്ട് മേ ഓർഡർ എ പാർട്ട്ണർഷിപ്പ് ഫേം ടു ബി ഡിസോൾവ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. ഏതിലും ഒരു പാർട്ട്ണറെ കേസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ കോർട്ട് എന്ത് ചെയ്യും? ഓർഡർ ഇറക്കും. ബിസിനസ് അവസാനിപ്പിക്കാൻ പറഞ്ഞ് ഓർഡർ ഇറക്കും. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കോടതി ഇടപെട്ട് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, വെൻ എ പാർട്ട്ണർ ബിക്കെയിംസ് ഇൻസൈൻ. ഇൻസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡിസബിലിറ്റി ഉള്ളവരെയാണ് ഇൻസൈൻ എന്ന് പറയുന്നത്. അതായത് ഭ്രാന്തുള്ളവർ. ഒരു പാർട്ട്ണർ ഭ്രാന്തുള്ള ആളായിട്ട് മാറുക. അങ്ങനെ കഴിഞ്ഞാൽ എന്താണ്? ഒരു എഗ്രിമെൻറ്റ് നടത്താൻ അയാൾക്ക് യോഗ്യതയില്ല. എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് എപ്പോഴും ബോധപൂർവമുള്ള ഒരവസ്ഥയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്കും ബിസിനസ്സിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡായിട്ട് മാറും. അപ്പോൾ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസൈനാന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി ഇടപെടും, ബിസിനസ് അവസാനിപ്പിക്കാൻ പറയും. നിങ്ങൾ നടത്തുന്ന ബിസിനസ് ഇല്ലീഗലാണെന്ന് പറയും. Next one, when a partner becomes permanently incapable of performing his duties as a partner. അതായത് ഒരു പാർട്ട്ണർ പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ആവുക, സ്ഥിരമായിട്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാം. അത് ചിലപ്പോൾ ആക്സിഡൻറ്റ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ മൂലമായിരിക്കാം. അങ്ങനെ സ്ഥിരമായിട്ട് അയാൾക്ക് ബിസിനസ്സിൽ പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഒരു ഡ്യൂട്ടിയും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കോടതി ഇടപെട്ട് ബിസിനസ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വൺ, വെൻ എ പാർട്ട്ണർ ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട്. അതായത് ഒരു പാർട്ട്ണർ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുക, അതാണ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ലൈക്ലി ടു അഡ്വൈസ് അഫക്ട് ദി ബിസിനസ് ഓഫ് ദ ഫേം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദോഷകരമായി അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ വന്നാലും ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഒരു പാർട്ട്ണർ മെൻ്റൽ ഡിസേബിൾ ആവാം, അതായത് ഇൻസൈൻ ആവാം, പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ആവാം, ഡ്യൂട്ടി ചെയ്യാനായിട്ട് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഡ്യൂട്ടി ചെയ്യേണ്ട ആൾക്ക് സ്ഥിരമായി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഗിൽറ്റ് ഓഫ് മിസ്കണ്ടക്ട് വരാം, അതായത് ഏതെങ്കിലും ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു പാർട്ട്ണർ ചെയ്യുകയാണെങ്കിൽ കോടതി ഇടപെടും. നെക്സ്റ്റ് വൺ, വെൻ എ പാർട്ട്ണർ പെർസിസ്റ്റൻ്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. പെർസിസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം, കമ്മിറ്റ് ചെയ്യുക, ബ്രീച്ച് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ലംഘിക്കുക. മനഃപൂർവ്വം ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ലംഘിക്കുകയാണെങ്കിൽ കോടതി ഇടപെടാം. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്തിനുള്ളതാണ്? തർക്കങ്ങൾ ഒഴിവാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതുന്നതാണ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അത് തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആ കയ്യിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിക്കുകയാണെങ്കിൽ കോടതി ഇടപെടും. അപ്പോൾ മനഃപൂർവ്വം തെറ്റിക്കുന്നതിനെയാണ് പെർസിസ്റ്റൻ്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വെൻ എ പാർട്ട്ണർ ഹാസ് ട്രാൻസ്ഫേർഡ് ദ വോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി. അതായത് ഒരു പാർട്ട്ണർക്ക് അവിടെ ഉണ്ടായിരുന്ന ഓണർഷിപ്പ് മുഴുവനായിട്ടും കൈമാറാം. ആ ഓണർഷിപ്പിനെയാണ് ഓൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ടു എ തേർഡ് പാർട്ടി, പുറത്തുള്ള ഒരാൾക്ക് അയാളുടെ ഓണർഷിപ്പ് മുഴുവനും കൈമാറ്റം ചെയ്യാം. അങ്ങനെയാണെങ്കിലും കോടതി ഇടപെട്ടുകൊണ്ട് ബിസിനസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു പാർട്ട്ണർ അയാളുടെ ഓണർഷിപ്പിൻ്റെ പറയുന്നതാണ് ഓൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സെപ്റ്റ് അറ്റ് എ ലോസ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടാകാൻ പറ്റണില്ല എക്സെപ്റ്റ് അറ്റ് എ ലോസ്. നഷ്ടത്തിലല്ലാതെ പ്രോഫിറ്റിൽ നടത്തിക്കൊണ്ടാകാൻ പറ്റണില്ല. നഷ്ടത്തിൽ മാത്രമേ ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിലും കോടതി ഇടപെടാം. വെൻ ഓൺ എനി ഗ്രൗണ്ട് ദ കോർട്ട് റിഗാർഡ്സ് ഡിസൊല്യൂഷൻ ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കോർട്ട് മനസ്സിലാക്കാണ് ഡിസൊല്യൂഷൻ നടത്തേണ്ടത് ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, നീതിയുക്തമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ബിസിനസ് അവസാനിപ്പിക്കാം. എപ്പോഴൊക്കെയായിരിക്കാം കോടതിക്ക് ബോധ്യപ്പെടുന്നത് ആ ബിസിനസ് അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്? എപ്പോഴായിരിക്കാം?
ചിലപ്പോൾ ആ ബിസിനസ്സിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മില്ലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സുകളോ തുടങ്ങുകയാണെങ്കിൽ അവരുടെ കംപ്ലൈൻ്റ് അനുസരിച്ച് കോടതിക്ക് ഇടപെട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ എപ്പോഴൊക്കെയാണ് കോടതി ഇടപെട്ട് ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരുന്നത്? വെൻ എ പാർട്ട്ണർ ബിക്കംസ് ഇൻസൈൻ, അതായത് ഇൻസൈൻ മെൻ്റലി ഡിസേബിൾ ആവുക, പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ആവുക, ഗിൽറ്റി ഓഫ് മിസ്കോണ്ടക്റ്റ് വരാം. ഫോർത്ത് വൺ, പെർസിസ്റ്റൻ്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, മനഃപൂർവ്വം എഗ്രിമെൻറ്റ് തെറ്റിക്കുക. ട്രാൻസ്ഫർ ദ ഓൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ടു ദ തേർഡ് പാർട്ടി, ആ ബിസിനസ്സിന് ഓണർഷിപ്പിന് വേറെ ആൾക്ക് കൈമാറാം. കനോട്ട് ബി ക്യാരിഡ് എക്സെപ്റ്റ് അറ്റ് എ ലോസ്, നഷ്ടത്തിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുക, അതായത് നഷ്ടത്തിലല്ലാതെ ബിസിനസ് നടത്താൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലാഭമില്ലാത്ത ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ കോർട്ട് റിഗാർഡ്സ് ഡിസൊല്യൂഷൻ ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, അതുപോലെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടത് സൊസൈറ്റിക്ക് ഇക്വിറ്റബിൾ ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ബിസിനസ് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഡിസൊല്യൂഷനാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എപ്പോഴേക്കാണ് വരുന്നത്? അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബിസിനസ് കംപ്ലീറ്റായി ഷട്ട് ഡൗൺ ചെയ്യുക. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും, ബിസിനസ്സും അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ടെർമിനേഷൻ ഓഫ് ബിസിനസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ്? ബിസിനസ് ടെർമിനേറ്റ് ചെയ്യണില്ല, പാർട്ട്നേഴ്സുള്ള റിലേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബിസിനസ് പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ക്ലോസ്, അതായത് ബിസിനസ് അവിടെ ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലോ അസറ്റ്സ് സെയിൽ നടത്തുകയും ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കോർട്ട്സ് ഇൻ്റർവെൻഷൻ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ്? കോടതി ഇടപെടാറില്ല. കാരണം അവിടെ അഡ്മിഷന്, റിട്ടയർമെൻറ്റ്, ഡെത്തൊക്കെ വരുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച്, അവർ തമ്മിലുള്ള പരസ്പര ധാരണ അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് കോടതി ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഡിസൊല്യൂഷനിലോ പല കാര്യങ്ങൾ കൊണ്ട് ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് ആയിരിക്കാം, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ആയിരിക്കാം, കമ്പൽസറി ഡിസൊല്യൂഷൻ ആയിരിക്കാം, ഡിസൊല്യൂഷൻ ബൈ കോർട്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഒരു ഫേം ഡിസോൾവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇക്കണോമിക് റിലേഷൻഷിപ്പ്. ഇക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂസ് ദോ ഇൻ എ ചേഞ്ച്ഡ് ഫോം. അതായത് ഫേമിൽ ചേഞ്ചസ് ഉണ്ടെങ്കിലും പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇവിടെയോ ഇക്കണോമിക് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, അതാണ് ഇക്കണോമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഡിസൊല്യൂഷനിലോ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യല്ലേ, അപ്പോൾ അവർ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇക്കണോമിക് റിലേഷൻഷിപ്പും അവസാനിക്കുകയാണ്. ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനാണ് ഇക്കണോമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്ലോഷർ ഓഫ് ബുക്സ്. ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ അക്കൗണ്ട്സുകളൊന്നും ക്ലോസ് ചെയ്യാറില്ല, ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യാറില്ല. അതായത് അസറ്റ്സ്, ലയബിലിറ്റീസ് അതൊന്നും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ചെയ്യാറില്ല, ജസ്റ്റ് റീവാല്യൂ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ബിസിനസ് അവിടെ ടെർമിനേറ്റ് ചെയ്യണില്ല. ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യാണ്, അതുകൊണ്ട് എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്തിരിക്കണം. അതർ ഡിസൊല്യൂഷൻ, ഇറ്റ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഇറ്റ് നെസസറി ഇൻവോൾവ്സ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിൻ്റെ ഡിസൊല്യൂഷൻ അവിടെ വരുന്നില്ല, ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല. അതേസമയം ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കും, ബിസിനസ്സും ഷട്ട് ഡൗൺ ചെയ്യും. ഇത്രയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഫേമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നെക്സ്റ്റ് വൺ, ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. 1, സ്റ്റേറ്റ് ഗിവിംഗ് റീസൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ട്രൂ, ഫോൾസ്, അതിൻ്റെ റീസണും കൂടി എഴുതണം. ഫസ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അതായത് രണ്ട് തമ്മിൽ വ്യത്യാസം നിന്ന് ശരിയാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ഇൻ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആണ്, കംപ്ലീറ്റ് ഡിസ്ക്ലോഷർ ഓഫ് ബിസിനസ് ആണ്. സെക്കൻഡ് വൺ, എ പാർട്ട്ണർഷിപ്പ് ഈസ് ഡിസോൾവ് വെൻ ദർ ഈസ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതായത് പാർട്ട്ണർഷിപ്പ് എപ്പോഴാണ് ഡിസോൾവ് ചെയ്യുന്നത്? ഫേമല്ല കേട്ടോ, പാർട്ട്ണർഷിപ്പ്. നമ്മൾ കുറേ റീസൺസ് പഠിച്ചിട്ടുണ്ടായില്ലേ? അഡ്മിഷൻ, റിട്ടേൺ, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ ഡെത്താണ് പറഞ്ഞിരിക്കുന്നത്, ട്രൂ ആണ്.
Next one, a firm is dissolved when all partners give consent to it. എല്ലാ പാർട്ട്നേഴ്സും അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഫേം ഡിസോൾവ് ചെയ്യാന്ന്. ട്രൂ ആണ്, നമ്മളെ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. എ ഫേം ഈസ് കമ്പൽസറിലി ഡിസോൾവ് വെൻ എ പാർട്ട്ണർ ഡിസൈഡ് ടു റിട്ടയർ. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചാൽ നിർബന്ധപൂർവം ബിസിനസ് ഡിസോൾവ് ചെയ്യാന്ന്. അതെന്താണ്? അത് തെറ്റാണത്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തുകൊണ്ട് കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ആവില്ല. റിട്ടയർ ചെയ്താൽ നടക്കുന്നത് എന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. നെക്സ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം നെസസറി ഇൻവോൾവ്സ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത് എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ട്രൂ. കാരണം എന്താണ്? അവിടെ പാർട്ട്നേഴ്സ് നമ്മൾ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും, ബിസിനസ്സും അവസാനിപ്പിക്കും. നെക്സ്റ്റ് വൺ, എ ഫേം ഈസ് കമ്പൽസറി ഡിസോൾവ് വെൻ ഓൾ പാർട്ട്നേഴ്സ് or when all except one partner become insolvent. ട്രൂ ആണ്. എപ്പോഴാണ് കമ്പൽസറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്? എല്ലാ പാർട്ട്ണറും അല്ലെങ്കിൽ ഒരാളൊഴികെ എല്ലാവരും ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യും. കോർട്ട് ക്യാൻ ഓർഡർ എ ഫേം ടു ബി ഡിസോൾവ് വെൻ എ പാർട്ട്ണർ ബിക്കെയിം ഇൻസൈൻ. ഒരു പാർട്ട്ണർ മെൻ്റലി ഡിസേബിൾ ആവുകയാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കും. ബിസിനസ് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോടതിക്ക് ഇടപെടാമെന്ന്. ട്രൂ. നമ്മളതിൽ ഡിസൊല്യൂഷൻ ബൈ കോർട്ടിൽ ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും ഭ്രാന്തുള്ളവരാവുക, അല്ലെങ്കിൽ ഒരാളൊഴികെ ബാക്കിയുള്ളവരാവുക. നെക്സ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് കനോട്ട് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് കോർട്ട്. ഇത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. അത് കോടതിയുടെ ഇടപെടലില്ലാതെ നടത്താൻ പറ്റില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? പാർട്ട്നേഴ്സ് നമ്മൾ റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കോടതി ഇടപെടണം, കോടതി അവിടെ ആവശ്യം വരണമെന്ന്. തെറ്റാണ്. അങ്ങനെ കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ല. പാർട്ട്നേഴ്സ് നമ്മുടെ റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ചേഞ്ച് വരുന്നത്? അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അത്തരം സിറ്റുവേഷനിലൊക്കെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കാം. ഇവിടെ കോടതി ഇടപെട്ടില്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടത്താൻ പറ്റില്ല എന്ന്. അത് ഫോൾസ് ആണ്. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ഫേം ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന് ബിസിനസ് അവസാനിപ്പിക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ അക്കൗണ്ട്സും സെറ്റിൽ ചെയ്തിരിക്കണം. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് ഡിസ്പോസസ് ഓഫ് ഓൾ ഇറ്റ്സ് അസറ്റ്സ് ഫോർ സാറ്റിസ്ഫൈയിങ് ഓൾ ദ ക്ലെയിംസ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിനുവേണ്ടി എല്ലാ അസറ്റ്സും ഡിസ്പോസ് ചെയ്യും. ഡിസ്പോസ് ചെയ്യാൻ മീൻസ് വിൽക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാ ക്ലെയിംസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ലയബിലിറ്റീസും കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് subject to agreement among the partners, the following rules as provided in section 48 of the Partnership Act 1932 shall apply. അങ്ങനെ അസറ്റ്സ് വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന റൂൾസ് അപ്ലൈ ചെയ്യും. ആ റൂള് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 48 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. എക്സാമിന് നിങ്ങളെടുത്ത് പറയാം എക്സ്പ്ലെയിൻ സെക്ഷൻ 48 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്നാണ്. അപ്പോൾ അസറ്റ്സ് വിറ്റ് കിട്ടിയ ക്യാഷ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കണം? ഫസ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസസ്. ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൽ ലോസ് ഉണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റിൽ ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോസ് ഇൻക്ലൂഡിങ് ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ലോസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡെഫിഷ്യൻസി വരും. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഫേമിലേക്കായിരിക്കും കൊണ്ടുവരേണ്ടി വരാം. അതിനാണ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ആ ലോസ് എങ്ങനെയായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ആദ്യം എന്ത് ചെയ്യണം? ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്നായിരിക്കണം ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്. അതും പ്രോഫിറ്റ് എല്ലാം എടുത്തിട്ടും ലോസ് പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുക്കാം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് എടുക്കാം. ലാസ്റ്റ്ലി, ഇഫ് നെസസറി ബൈ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പിന്നെയും ബിസിനസ്സിന് ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെക്ഷൻ 48 ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ബിസിനസ്സിന് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നൊക്കെ ആയിരിക്കണം? ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം. പിന്നെയും ലോസ് ബാക്കിയുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എടുക്കാം. പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടും ലോസ് വരാണെങ്കിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്. സെക്ഷൻ 48 അസറ്റ്സ് വിറ്റ് കിട്ടിയ ക്യാഷ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? The assets of the firm, including any sum contributed by the partners to make up the deficiency of capital, shall be applied in the following order. In paying the debts of the firm to the third party,
ആദ്യം തീർക്കേണ്ടത് ഫേമിൻ്റെ ഏത് കടങ്ങളായിരിക്കണം? തേർഡ് പാർട്ടിക്ക്, ഇത് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളതായിരിക്കണം. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതൊക്കെയാണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റിയിൽ വരുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലയബിലിറ്റിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ പേയിങ് ഈച്ച് പാർട്ണർ പ്രൊപ്പോർഷണലി വാട്ട് ഈസ് ഡ്യൂ ടു ഹിം ഓർ ഹെർ ഫ്രം ദ ഫേം ഫോർ അഡ്വാൻസസ്. അതായത് പാർട്ട്നേഴ്സ് ലോൺ തിരിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് പറയേണ്ട കാര്യമില്ല, ഫോർ പേയിങ് ഓഫ് പാർട്ട്നേഴ്സ് ലോൺ എഴുതിയാൽ മതി. അപ്പോൾ ഔട്ട്സൈഡേഴ്സിൻ്റെ ബാധ്യതകൾ കൊടുത്ത് തീർത്താൽ പിന്നെ കൊടുത്ത് തീർക്കേണ്ടത് ഏതായിരിക്കണം? പാർട്ട്നേഴ്സിൽ നിന്ന് എടുത്ത ലോൺ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇൻ പേയിങ് ടു ഈച്ച് പാർട്ണർ പ്രൊപ്പോർഷണലി വാട്ട് ഈസ് ഡ്യൂ ടു ഹിം ഓൺ അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ. മൂന്നാമത് എന്തായിരിക്കണം? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പേരില്ലേ, പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കാം. ലാസ്റ്റ് വൺ, ദ റെസിഡ്യൂ ഇഫ് എനി. ക്യാപിറ്റൽ കൊടുത്തിട്ട് പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ ഷാൽ ബി ഡിവൈഡ് among the partners in their profit sharing ratio. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ 48 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസും അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ് ആണ്. ലോസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ലാസ്റ്റ്ലി ഇഫ് നെസസറി ബൈ ദ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ടിങ്. ആപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്, അസറ്റ്സ് വിറ്റ് കിട്ടിയ കാശിന് ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം തേർഡ് പാർട്ടിക്ക് കൊടുക്കാനുള്ള കടങ്ങൾ കൊടുത്ത് തീർക്കുക. അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സിൻ്റെ ലോൺ തിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക. പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വൺ, പ്രൈവറ്റ് ഡെബ്റ്റ്സ് ആൻഡ് ഫേംസ് ഡെപ്റ്റ്. എന്തിനാണ് പ്രൈവറ്റ് ഡെപ്റ്റർ എന്ന് പറയുന്നത്, ഫേം ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്? പ്രൈവറ്റ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള കടങ്ങളെയാണ് പ്രൈവറ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫേമിനുള്ള കടങ്ങളെയാണ് ഫേംസ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ഡെപ്റ്റ്സും ഫേമിനുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെ റൂൾസാണ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഫോളോ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 49-ലാണ്. അപ്പോൾ സെക്ഷൻ 49-ൽ എന്തിനെ കുറിച്ച് പറയുന്നത്? പ്രൈവറ്റ് ഡെപ്റ്റ് ആൻഡ് ഫേംസ് ഡെപ്റ്റ്. അതായത് ഫേമിൻ്റെ അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടിയ ക്യാഷിൽ നിന്നും കടങ്ങൾ കൊടുത്ത് തീർക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ആദ്യം ഏത് കടങ്ങളായിരിക്കണം തീർക്കേണ്ടത്? ഫേമിൻ്റെ കടങ്ങളായിരിക്കണം. ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം ഷാൾ ബി അപ്ലൈഡ് ഫസ്റ്റ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്സ് ഓഫ് ദ ഫേം. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ പ്രൈവറ്റ് ബാധ്യതകൾ കൊടുത്തു തീർക്കാം. അതാണ് ദെൻ സർപ്ലസ് ഷാൽ ബി ഡിവൈഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അവിടെ വരെ പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ, ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് എനി പാർട്ട്ണർ ഷാൾ ബി അപ്ലൈഡ് ഫസ്റ്റ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ഹിസ് പ്രൈവറ്റ് ഡെബ്റ്റ് ആൻഡ് ദ സർപ്ലസ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഫേംസ് ഡെബ്റ്റ്. ചില സിറ്റുവേഷനിൽ ഫേമിൻ്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ പറ്റാതെ വരുമ്പോൾ പാർട്ട്നേഴ്സ് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ക്യാഷായിട്ടും അസറ്റ്സ് ആയിട്ടും കൊണ്ടുവരണം. അങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നാൽ ആ എമൗണ്ട് ആദ്യം അവർക്ക് എന്തിനു ഉപയോഗിക്കാം? അവരുടെ പ്രൈവറ്റ് ഡെബ്റ്റ്സ് തീർക്കാൻ ഉപയോഗിക്കാം. ആൻഡ് ദ സർപ്ലസ് ഇഫ് എനി മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഫേംസ്. ബാക്കിയുള്ളത് ഫേമിൻ്റെ ഡെബ്റ്റ്സ് തീർക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സെക്ഷൻ 49-ൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രൈവറ്റ് ഡെബ്റ്റ്സ് ആൻഡ് ഫേംസ് ഡെപ്റ്റ്. എന്തിനാണ് പ്രൈവറ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത്? ഒരു പാർട്ട്ണർ പേഴ്സണലായിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കാനുള്ളതിനെ പ്രൈവറ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫേംസ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ബാധ്യതകളെയും എങ്ങനെയാണ് കാണേണ്ടത്? അതായത് ഫേമിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം എന്തിനായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ഫേമിൻ്റെ ബാധ്യതകൾ തീർക്കാനായിരിക്കണം. അതിനുശേഷമായിരിക്കണം പാർട്ട്ണറുടെ ബാധ്യതകൾ, പേഴ്സണൽ ഡെപ്റ്റ്സ് കൊടുത്തു തീർക്കേണ്ടത്. ഇനി ഫേമിൻ്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി കൊണ്ടുവരേണ്ടി വന്നാൽ അത് ആദ്യം എന്തിനുപയോഗിക്കാം? പാർട്ട്നേഴ്സിൻ്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാം. പാർട്ട്നേഴ്സിന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ കൊടുത്തു തീർക്കാം. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ ഫേമിൻ്റെ ബാധ്യതകൾ തീർക്കാൻ കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ സെക്ഷൻ 49-ൽ ഈ രണ്ട് പോയിന്റിനെ കുറിച്ചും ആണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ സർപ്ലസ് എന്നുള്ളത് എങ്ങനെ ചെയ്യാം? സർപ്ലസ് ഷാൾ ബി ഡിവൈഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ആസ് പെർ ദെയർ ക്ലെയിംസ്. അത്രമേരെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ സർപ്ലസ് മേ ബി യൂട്ടിലൈസ് ഫോർ പേയിങ് ഓഫ് ഫേംസ് ഡെബ്റ്റ്സ് അങ്ങനെ എഴുതിയാൽ മതി. അല്ലാതെ മേ ബി യൂട്ടിലൈസ് ഇൻ കേസ് ഓഫ് ഫേംസ് ലയബിലിറ്റി എക്സീഡ് അങ്ങനെ സെൻറ്റൻസ് നീട്ടി എഴുതണ്ട. ഒന്നുകൂടി പറയാം. The property of the firm shall be applied first in the payment of debts of the firm and then the surplus for the payment of their private liability. ഇതിൻ്റെ ഇടയിലുള്ളത് വേണ്ട. if any തൊട്ട് യൂട്ടിലൈസ്ഡ് എന്നുള്ളത് if any തൊട്ട്
ഈ വിച്ച് കഴിയുന്നത് വരെയുള്ളത് വേണ്ട. അപ്പോൾ സെൻറ്റൻസ് ഇനി കണ്ടിന്യൂസ് ചെയ്യുക. സർപ്ലസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദെയർ പ്രൈവറ്റ് ലയബിലിറ്റീസ്. അതുപോലെ തന്നെ ഇവിടെയും ദ സർപ്ലസ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഫേംസ് ഡെപ്റ്റ്സ്. അത്രയും വരെ മതി. ഇതാണ് പ്രൈവറ്റ് ഡെപ്റ്റും ഫേംസ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് വാട്ട് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട്. When the firm is dissolved, its books of accounts are to be closed and the profit or loss arising on realized assets and discharged liabilities is to be computed. For this purpose, a realization account is prepared to ascertain the net effect of realization of assets and payment of liabilities which may be transferred to partners' capital account in their profit sharing ratio. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. A realization account is prepared to ascertain the net profit or net loss of realization assets and payment of liabilities which may be transferred to partners' capital account in their profit sharing ratio. അതിൻ്റെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോഴും ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾ അസറ്റ്സ് അതർ ദാൻ ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ബാലൻസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ രണ്ട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറില്ല. അസറ്റ്സിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യാത്തത് ഏതാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത് ഏതാണെന്നറിയും? അതായത് ചില അസറ്റ്സുകൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതാറുണ്ട്. അതായത് മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള ഹെഡിന് താഴെ എഴുതാറുണ്ട്. ഏതൊക്കെയാണ്? ഡെഫേർഡ് എക്സ്പെൻഡിച്ചറിലാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ്, റൈറ്റ് ഓഫ് ചെയ്ത് കളയാത്ത അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യോർഡ് ഷെയർസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യോർഡ് ഡിബഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസസ്, അങ്ങനെയുള്ള ചില അക്കൗണ്ട്സുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് അസറ്റ്സ് അല്ല, അതേസമയം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുകയും ചെയ്യും. അത്തരം അസറ്റ്സുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സുകളോ ക്യാഷ് അറ്റ് ബാങ്കോ ക്യാഷ് ഇൻ ഹാൻഡോ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ. ക്യാപിറ്റലും റിസർവ്സും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് ഈസ് ടേംഡ് ആസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ടു അത് പഠിക്കണമെന്നില്ല, ഇവിടം വരെ പഠിച്ചാലും മതി. ഓൾ എക്സ്പെൻസസ് ആർ ലയബിലിറ്റീസ് ട്രാൻസ്ഫേർഡ്. ഇറ്റ് ഓൾസ് റെക്കോർഡ്സ് ഓഫ് സെയിൽ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ആൻഡ് റിയലൈസേഷൻ ഓഫ് എക്സ്പെൻസസ്. അവിടെ വരെ പഠിച്ചാൽ മതി. അപ്പോൾ എവിടെ നിന്ന് പഠിക്കേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. അവിടെ നിന്ന് തുടങ്ങി റിയലൈസേഷൻ എക്സ്പെൻസസ് കഴിയുന്നത് വരെ പഠിക്കുക. പിന്നെ ജേണൽ എൻട്രീസ് ആണ്, നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് അസറ്റ്സ്. ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ. അസറ്റ്സ് സെയിൽ നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ. അസറ്റ്സ് പാർട്ട്ണർ എടുക്കുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ. പിന്നെ വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട്. ഫോർ ലയബിലിറ്റി വിച്ച് എ പാർട്ട്ണർ ടേക്സ് ലയബിലിറ്റി റെസ്പോൺസിബിലിറ്റി, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ക്രെഡിറ്റർ അസറ്റ്സ് എടുക്കുക, നോ ജേണൽ എൻട്രി ഈസ് നീഡഡ്. പക്ഷെ അതേസമയം ക്രെഡിറ്റർ അസറ്റ്സ് കിട്ടുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് അസറ്റ്സ് എടുക്കാം. അങ്ങനെ വന്ന് എന്ത് ചെയ്യണം? അയാളുടെ കയ്യിൽ നിന്നും ക്യാഷ് റിയലൈസ് ചെയ്യാം. അപ്പോൾ എന്ത് ജേണൽ എൻട്രി വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. ചില സമയത്ത് ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 10,000 ആണ്, പക്ഷേ 5,000 രൂപയുടെ അസറ്റ്സേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. അതായത് ലയബിലിറ്റിയേക്കാളും കുറവുള്ള അസറ്റ്സാണ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്ക് ക്യാഷ് ആയിട്ട് കൊടുത്തിരിക്കണം. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഈ രണ്ട് ജേണൽ എൻട്രി പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ക്രെഡിറ്റർ ഫുൾ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അസറ്റ്സ് എടുക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി ആവശ്യമില്ല. ഫുൾ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അയാൾക്ക് കിട്ടാനുള്ള എമൗണ്ടിനേക്കാളും കൂടുതലുള്ള അസറ്റ്സ് ആയിരിക്കാം, കുറവുള്ള അസറ്റ്സ് ആയിരിക്കാം. ഫുൾ സെറ്റിൽമെൻ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി വേണ്ട. പക്ഷേ സെറ്റിൽമെൻറ്റിൻ്റെ വെറുതെ സെറ്റിൽമെൻറ്റ് എന്നാൽ ചിലപ്പോൾ പ്രോബ്ലത്തിൽ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ അയാൾ എടുക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂ കിട്ടാനുള്ള എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള എമൗണ്ട് ഫേമിന് ക്യാഷ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. ചില സമയത്ത് അസറ്റ്സിൻ്റെ വാല്യൂ അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിനേക്കാളും കുറവായിരിക്കും. അതായത് അയാൾ കിട്ടേണ്ട എമൗണ്ട് 10,000, 5,000 രൂപയുടെ അസറ്റ്സ് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കി 5,000 അയാൾക്ക് ക്യാഷ് ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്.
ഇനി റിയലൈസേഷൻ എക്സ്പെൻസസ് വരുമോ? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ചില സമയത്ത് റിയലൈസേഷൻ എക്സ്പെൻസസ് പാർട്ട്ണർ കൊടുക്കും. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ചില സമയത്ത് റിയലൈസേഷൻ ഈ പേയ്മെന്റ് ഓർ റിയലൈസേഷൻ എക്സ്പെൻസസ് ഇസ് മെയ്ഡ് ബൈ ദ ഫേം. റിയലൈസേഷൻ എക്സ്പെൻസസ് ഫേമാണ് കൊടുക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മൾ പറയാറില്ലേ പേഴ്സണലായിട്ട് ആക്ച്വൽ എക്സ്പെൻസസ് പാർട്ട്നേഴ്സ് പേഴ്സണലായിട്ട് എടുക്കാന്നുള്ളത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഈ പാർട്ട്ണർ ഹിംസെൽഫ് പേസ് ദ റിയലൈസേഷൻ എക്സ്പെൻസസ് നോ എൻട്രി ഈസ് റിക്വയർഡ്. പാർട്ട്ണർ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ നോ എൻട്രി ഈസ് റിക്വയർഡ്. ഫോർ എഗ്രീഡ് റെമ്യൂണറേഷൻ അതായത് റിയലൈസേഷൻ എക്സ്പെൻസസ് പാർട്ട്ണർക്ക് കൊടുക്കുകയാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അൺറെക്കോർഡഡ് അസറ്റ്സ് റിയലൈസ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ. അൺറെക്കോർഡ് ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട്. റിയലൈസേഷനിലെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ഡിവൈഡ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ അക്കൗണ്ട്. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. റിസർവ് ഫണ്ട് അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്? മിസ്ലേനിയസ് എക്സ്പെൻസസ് ആണ്. അത് ബിസിനസ്സിന് ലോസ് ആണ്. അത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അത് നമ്മളെവിടെയും ആ ജേണൽ എൻട്രി ഈ പ്രോബ്ലത്തിൽ പഠിക്കണില്ല കേട്ടോ. ഫോർ പേയ്മെന്റ് ഓഫ് ലോൺ ഡ്യൂ ടു ദ ഫേം. പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ലോൺ എന്താ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട ക്യാഷ് കണ്ടുപിടിച്ചു. ബാങ്ക് അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് ഇതിൽ വരുന്നത്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 2. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിവിടെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നൺ ഓഫ് ദ എബവ്. ഇനി ചില സിറ്റുവേഷനിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നൺ ഓഫ് ദ എബവ്. After transferring liabilities like creditors and bills payable in the absence any regarding the payment, such liabilities are treated as. അതായത് ചില സമയത്ത് ലയബിലിറ്റീസ് കൊടുത്തു തീർത്തോ അസറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും അവസാനം ഏതെങ്കിലും ലയബിലിറ്റീസും അസറ്റ്സ് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. മുഴുവൻ എമൗണ്ടിലും കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ. വെൻ റിയലൈസേഷൻ എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ ദ ഫേം ഓൺ ബിഹാഫ് ഓഫ് എ പാർട്ട്ണർ, സച്ച് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ടു. അതായത് റിയലൈസേഷൻ വർക്ക് ചെയ്യുന്നത് പാർട്ട്ണറാണ്. അപ്പോൾ പാർട്ട്ണറാണ് ആക്ച്വൽ എക്സ്പെൻസസ് കൊടുക്കേണ്ടത്. അതിന് പകരം ഫേം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അൺറെക്കോർഡഡ് അസറ്റ്സ് വെൻ ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ ആർ ഷോൺ ഇൻ. ജേണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ റിയലൈസേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ. അൺറെക്കോർഡ് ലയബിലിറ്റീസ് വെൻ പെയ്ഡ് ആർ ഷോൺ ഇൻ. അൺറെക്കോർഡ് ലയബിലിറ്റി കൊടുക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് റിസർവ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ത്രൂ ബാങ്ക് അക്കൗണ്ട്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്ക് ക്യാഷ് കൊടുത്തുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 3. ഓൾ അസറ്റ്സ് എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് ആർ ട്രാൻസ്ഫേർഡ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് ദ റിയലൈസേഷൻ അക്കൗണ്ട്. ഓൾ എക്സ്റ്റേണൽ liabilities, internal അല്ല external liabilities are transferred to credit side of the realization account. Accumulated losses are transferred to capital accounts in profit sharing ratio. If liability is assumed by a partner, such partner's capital account is credited. കാരണം ജാലൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. If a partner takes over an asset, partner's capital account is debited. Voluntary partner's capital account to realization. No entry is required when a creditor accepts a fixed asset. അതായത് ഒരു ക്രെഡിറ്റർ അസറ്റ്സ് എടുക്കുകയാണെങ്കിൽ ജലൻഡറിയുടെ ആവശ്യമില്ല. When creditor accepts an asset whose value is more than the amount due to him, he will pay or to pay, not pay the excess amount which will be credited to dash account. അതായത് ഒരു ക്രെഡിറ്റ് ഒരു അസറ്റ്സ് എടുക്കുകയാണ്,
ആ അസറ്റ്സിൻ്റെ വാല്യൂ അയാൾക്ക് കിട്ടാനുള്ള എമൗണ്ടിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അയാൾ ആ പൈസ കൊടുക്കണം. ഫുൾ സെറ്റിൽമെൻ്റ് ആണെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ആക്സസ് വരുന്ന എമൗണ്ട് കൊടുത്തിരിക്കണം. ആക്സസ് എമൗണ്ട് വരുമ്പോൾ എവിടേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബാങ്ക് അക്കൗണ്ടിലേക്ക്. ജേണൽ എൻട്രി എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ്. അസറ്റ്സിൻ്റെ എക്സസ് ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ട്, അതായത് അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ആയിരിക്കണം. When the firm has agreed to pay partner the fixed amount for realization work irrespective of the actual amount spent, such amount is debited to ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട്. ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലോൺ ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ റിയലൈസേഷൻ അക്കൗണ്ട്. കാരണം എന്താ? ലോണിൻ്റെ ജേണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ആർ ട്രാൻസ്ഫേർഡ് ടു റെസ്പെക്റ്റീവ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതുക കറന്റ് അക്കൗണ്ടിലാണ്. കറന്റ് അക്കൗണ്ടിലെ ബാലൻസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡു ഇറ്റ് യുവർ സെൽഫിലാണ്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിൽ ഫോർ പേയ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ലോൺ ജേണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബാക്കിയെല്ലാം നമുക്ക് അറിയണതാണ്. പിന്നെ അതുപോലെ തന്നെ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഫിക്സഡ് അസറ്റ്സ് നോ ജേണൽ എൻട്രീസ് നീഡ്. അതേസമയം അയാൾക്ക് കിട്ടുന്ന അസറ്റ്സിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കി വരുന്ന എമൗണ്ട് ഫേമിലേക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. ഇനി അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിനേക്കാൾ കുറവ് അസറ്റ്സേ കിട്ടിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ക്യാഷ് ആയിട്ട് അയാൾക്ക് കിട്ടിയിരിക്കണം. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്.